السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മന്നി റഹ്മത്തുൽ അസീം അയ്യിദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് 2025 മാർച്ച് മാസം 7-ാം തീയതി, അതായത് 1446 ഹിജ്റ വർഷം റമദാൻ മാസത്തിലെ 6-ാം തീയതി നടത്തിയ ഒരു ഖുത്ബ നിങ്ങളുടെ മുമ്പാകെ പുനരവതരിപ്പിക്കുകയാണ്. കാരണം പരിശുദ്ധമായ ഒരു മാസം പിന്നിട്ടിട്ട് 4 മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പം 4 മാസം പിന്നിടുമ്പോൾ നമ്മൾ സമ്പന്നമാക്കിയ ആ റമദാൻ മാസത്തിലുള്ള ആവിഷ്കാരങ്ങൾ, നടപ്പിലാക്കിയ കാര്യങ്ങൾ നമ്മളിൽ 4 മാസങ്ങൾക്ക് ശേഷവും ചൈതന്യവത്തായി നിൽക്കുന്നുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തുന്നതിനും സഹായമാകുമെന്ന് കരുതുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള പ്രസ്തുത ദിനത്തിലെ റമദാൻ മാസം 6-ാം തീയതിയിൽ നടത്തിയ ഖുത്ബ, റമദാൻ ഇതാ ഒരിക്കൽ കൂടി വീണ്ടും സമാഗതമായിരിക്കുന്നു. ഈ അനുഗ്രഹീത മാസം അനേകം അനുഗ്രഹങ്ങൾ കൊണ്ട് ധന്യമാണ്. ഓരോ വിശ്വാസിക്കും സമാനതകളില്ലാത്ത അവസരമാണ് ഈ മാസം പ്രദാനം ചെയ്യുന്നത്. ഇതിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം നേടുന്നതിന് ഈ മാസം എന്തിനെയാണ് പ്രതീകമായിരിക്കുന്നത് എന്നറിയൽ അനിവാര്യമായ കാര്യമാണ്. ഇതിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അള്ളാഹുവുമായി കൂടുതൽ അടുക്കുക, അവൻ്റെ സ്വർഗവുമായി സാമീപ്യത്തിലാവുക. റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത അള്ളാഹുവുമായി സാമീപ്യത്തിലെത്തുക എന്നുള്ളതും സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതുമാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ റമദാൻ മാസം നമ്മെ സഹായിക്കുന്നു. അത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ അടുത്ത റമദാൻ വരെ നിലനിർത്തിക്കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കി അവൻ്റെ സാമീപ്യത്തിലെത്തി സ്വർഗം കരസ്ഥമാക്കുന്നതിന് നമ്മെ സജ്ജമാക്കി നിർത്തേണ്ടതാണ്. അപ്പോൾ പ്രസ്തുത മാസത്തിൽ നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി, ഖുർആൻ പാരായണങ്ങൾ നടത്തി, ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും നടത്തി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി രാപകൽ പരിശ്രമിച്ചവരാണ്. അടുത്ത ഒരു റമദാൻ വരുന്നതിന് 11 മാസം വീണ്ടും കാത്തിരിക്കണം. അതിനിടയിൽ
നമ്മുടെ ഈമാനികമായ ചോർച്ച സംഭവിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് റമദാൻ മാസത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അതിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ നമ്മളിപ്പോൾ എത്രത്തോളം ഏതളവിൽ അത് നിലനിൽക്കുന്നു എന്ന് ഒരാത്മപരിശോധന നടത്തുന്നതിനും ഇത് സഹായമാകും എന്ന് കരുതുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവഭയമുള്ളവരായി തീരുന്നതിനു വേണ്ടി. വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 2-ാം അധ്യായം 184-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള ആളുകൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരുന്നു. നിങ്ങൾക്കും അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങൾ ഭയഭക്തിയുള്ളവരാകുന്നതിനായിട്ട്. അള്ളാഹുവുമായി അടുപ്പം ഉണ്ടായി വരിക, സ്നേഹമുണ്ടായി വരിക, ഭയമുണ്ടായി വരിക. നന്മ ചെയ്താൽ അവൻ വളരെ വലിയ അനുഗ്രഹദാതാവാണ്. തിന്മയിൽ അകപ്പെട്ടു പോയാൽ അതിനുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. തിന്മയിൽ അകപ്പെട്ടവർക്ക് രക്ഷാമാർഗം ഒരുക്കിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുവാനുള്ള അവസരവും നൽകുന്ന കരുണാമൂർത്തിയായ അല്ലാഹു നമ്മൾ റമദാൻ മാസത്തിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നന്മയുടെ ഭാഗത്ത് ഏതളവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തി നോക്കാൻ ഒരവസരമെന്ന നിലയിൽ റമദാൻ മാസത്തെ സജീവമാക്കിയ നമ്മൾ 4 മാസങ്ങൾ പിന്നിടുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആത്മപരിശോധന നടത്താവുന്നതാണ്. അതുപോലെ റമദാൻ മാസത്തിൽ അല്ലാതെ ഉള്ള മാസങ്ങളിൽ നമുക്ക് ആ ആത്മീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന്, അള്ളാഹുവുമായി കൂടുതൽ അടുപ്പം ലഭിക്കുന്നതിന്, സ്വർഗീയമായ സന്തോഷങ്ങൾ ലഭിക്കുന്നതിന് വ്രതാനുഷ്ഠാനത്തിൽ, സുന്നത്തായ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുവാനും അള്ളാഹുവുമായി കൂടുതൽ ബന്ധപ്പെടുന്നതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നും നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള ദൈവീക കൽപ്പനകൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവഭയം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. ആത്മശുദ്ധീകരണത്തിനും സഹനത വളർത്തുക, പാപങ്ങളിൽ നിന്നും വിരമിക്കുക, പാപമോചനം അർത്ഥിക്കുക, ദൈവീക പ്രതിഫലങ്ങൾ ആർജിക്കുക, ഇവയൊക്കെയാണ് റമദാൻ ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ വരും മാസങ്ങളിലും നമ്മൾ ലക്ഷ്യമിടേണ്ടത് തന്നെയാണ്. റമദാനിൽ അത്ര നമുക്ക് കഴിയുന്നില്ലെങ്കിലും ഈ ലക്ഷ്യത്തിൽ നിന്നൊന്നും വഴി മാറിപ്പോകുവാൻ പാടില്ല. റമദാനിലെ വ്രതാനുഷ്ഠാനം അള്ളാഹുവുമായി കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു ജീവിത ക്രമമാണ്. ഒരുവൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുക, ആഴത്തിലുള്ള ആത്മീയ ചിന്തയിൽ പ്രവേശിക്കുക, മൂല്യങ്ങളെ ഉൾപ്രവേശിപ്പിക്കുക. നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങളെ പ്രവേശിപ്പിക്കണം. അതിലൂടെ അച്ചടക്കമുള്ളവനായിത്തീരുക. ദൗർഭാഗ്യവാന്മാരുടെ നേരെ അനുകമ്പയോടെ സമീപിക്കുക. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക. അപ്പോൾ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ റമദാൻ മാസത്തിൽ മാത്രം ചെയ്യേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമല്ല. അത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കുക. നമ്മുടെ സമ്പൂർണ്ണ മാതൃകാ പുരുഷനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച് തന്നതനുസരിച്ച് ഈ മാസത്തെ ഏറ്റവും നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. അത് നമ്മൾ 4 മാസം മുമ്പ് ബാധ്യത നിറവേറ്റി. അദൃശ്യനായ അള്ളാഹുവിനെ കുറിച്ചുള്ള അനേകം ഉൾക്കാഴ്ചകളും
മറ്റനേകം ഉപദേശങ്ങളാലും അദ്ദേഹം നമുക്ക് നേർപാതയുടെ മാർഗദർശനം നൽകിയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതൊക്കെ നമ്മളിൽ നിന്നും ചോർന്നു പോയോ ഇല്ലയോ എന്ന് വീണ്ടും ഒരാത്മപരിശോധന നടത്തുക. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാനിലെ ഒന്നാമത്തെ രാത്രിയിൽ ഒരു മാലാഖ വിളിച്ചു പറയുന്നു, തെറ്റു ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവനെ നിർത്തുക. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. തെറ്റു ചെയ്യുന്നവനെ അത് നിർത്തുക. ഇത് റമദാൻ മാസത്തിൽ ആദ്യ രാത്രിയിൽ വിളിച്ചു പറയും. ഇത് ആ വിളിച്ചു പറയൽ റമദാൻ മാസം കൊണ്ട് അവസാനിക്കുന്നതാണോ? അത് അടുത്ത 11 മാസവും നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ശ്രവണപുടങ്ങളിൽ ആഞ്ഞു തറയ്ക്കേണ്ട വചനം തന്നെയാണ്. തിന്മ ചെയ്യുന്നവനെ നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായി, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എങ്കിൽ അത് നിർത്തുക എന്ന ഉപദേശം റമദാൻ കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചത് റമദാൻ മാസത്തിൻ്റെ വരവ് സംബന്ധമായി മാലാഖമാർ അറിയിക്കുന്നതിനെയാണ്. നമ്മുടെ പ്രിയ പ്രവാചകൻ തൻ്റെ അനുചരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അറിയിച്ചപ്പോൾ അവരതിനെ വരവേറ്റത് അളവറ്റ സന്തോഷത്തോടെയാണ്. റമദാൻ വരുന്നു, അനുഗ്രഹത്തിൻ്റെ മാസം സമാഗതമാകുന്നു എന്നറിയിച്ചപ്പോൾ അത് അളവറ്റ സന്തോഷത്തോടെയാണ് അവർ അതിനെ വരവേറ്റത്. ആ സന്തോഷം വരുന്ന 11 മാസങ്ങളിൽ നമ്മളിൽ നിലനിൽക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ആ സഹാബാക്കൾ അത്രത്തോളം സന്തോഷഭരിതരായത്? കൂടുതൽ ഇബാദത്ത് ചെയ്ത് കൂടുതൽ അള്ളാഹുവിനുമായി ചേർന്ന് നിൽക്കുവാനുള്ള അവസരം സംജാതമായിരിക്കുന്നു. അത് മറ്റു മാസങ്ങളിലും നമ്മൾ തുടരേണ്ടതല്ലേ? അത് തുടരുന്നുണ്ടോ? അതോ നമ്മളിപ്പോൾ മൃതപ്രായമായിപ്പോയോ? എന്താണ് നമ്മുടെ ആത്മീയ അവസ്ഥ? ചിന്തിക്കുവാനൊരവസരം. അത് അവർക്കൊരു ആഘോഷമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, റമദാൻ മാസത്തെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ഈ മാസത്തിൽ വ്രതമനുഷ്ഠിക്കൽ നിർബന്ധമാണ്. എന്നാൽ ചിലർക്ക് നിർബന്ധമില്ല. യാത്രക്കാരും രോഗികളുമാണവർ. ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് സംബന്ധമായി പ്രത്യേകമായി അവരെ പരാമർശിക്കുന്നില്ല. എന്നിരുന്നാലും പ്രസ്തുത വചനങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്രതമനുഷ്ഠിക്കുവാൻ പ്രയാസമുള്ളവരെ പറ്റി പരാമർശിക്കുമ്പോൾ ഈ ആളുകളെയും പ്രയാസമുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ആരോഗ്യവും നല്ല നിലയിൽ കഴിയുക എന്നതും ഇസ്ലാം മുൻഗണന നൽകുന്ന കാര്യങ്ങളാണ്. നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. അതുപോലെ നല്ല നിലയിൽ കഴിയുക, പരിശുദ്ധമായ നിലയിൽ, പരിപാവനമായ നിലയിൽ, അന്തസ്സായിട്ട് കഴിയുക. ഇത് അല്ലാഹു തആല ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിന് ശാരീരികമായ ശേഷി കുറവ്, ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രയാസം ആ നിലയിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവർക്ക്, കഴിയാത്തവർക്ക് അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള കൽപ്പനയും അല്ലാഹു തആല പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ വിഭാഗത്തിൽ നമുക്ക് മുലയൂട്ടുന്ന അമ്മമാരെയും ഗർഭിണികളായ സ്ത്രീകളെയും ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മറ്റൊരു സമയങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഗർഭിണികളായവരുണ്ടാകാം, രോഗികളായിട്ടുള്ളവരുണ്ടാകാം. അവർക്ക് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനുള്ള ശാരീരിക ശേഷിയില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്വയം അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ മറ്റുള്ളവർ അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിച്ച് അവരെ സഹായിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ
ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടോ, അത് പ്രശോഭിതമായ നിലയിൽ അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കുക. അല്ലാഹു തആല പറയുന്നു, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ നിങ്ങളിൽ ഒരാൾ രോഗിയോ യാത്രയിലോ ആണെങ്കിലും മറ്റ് ദിവസങ്ങളിൽ നിന്നും എണ്ണം അവൻ പൂർത്തിയാക്കണം. എന്നാൽ അവന് കഴിവില്ലാത്തവർക്ക് ഒരു പ്രായശ്ചിത്തമുണ്ട്. ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക. നോക്കൂ, ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഖുർആൻ എത്ര മഹത്വമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവന് കിട്ടുന്ന എല്ലാ കൂലിയും കിട്ടാനുള്ള ഒരു എളുപ്പ വഴി സാധുവിന്, അതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. ഇന്ന് കോടാനുകോടി സാധുക്കൾ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ഭൂതലത്തിൽ, ഈ ഭൂമിയിലുണ്ട്. തിന്ന് തുപ്പിക്കളയുന്ന സാധനങ്ങളുടെ എച്ചിൽ പറക്കാൻ പോലും അവസരമില്ലാതെ കഴിയുന്ന സാധുക്കളായ ആളുകളുണ്ട്. ഇപ്പോൾ ഖുർആൻ എത്ര മഹത്വപരമായിട്ടാണ് വിശക്കുന്നവന്, സാധുവായ മനുഷ്യന്, ആഹാരമില്ലാത്തവന്, ദാഹിക്കുന്നവന് അവൻ്റെ ആ പ്രയാസത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ റമദാൻ മാസം കൊണ്ട് അവസാനിപ്പിച്ചോ അതല്ല, ഇപ്പോഴും അത് തുടരുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും സുമനസ്സാലെ കൂടുതൽ നന്മ ചെയ്താൽ അതവന് ഏറ്റവും ഉത്തമമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, ഇനി 2, 4, 10 പേർക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതാണ് ഈ ഒന്നും നിർബന്ധിക്കുന്നില്ല. ആരെങ്കിലും സ്വമനസ്സാലെ കൂടുതൽ നന്മ ചെയ്താൽ അതവന് ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അപ്പോഴേ നിങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണവും ദാഹവും വിശപ്പും അവൻ്റെ അഹന്തയും ഇതൊക്കെ നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകുവാനും നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്ത വരുവാൻ അവൻ്റെ ശരീരത്തിനെ പരിശീലിപ്പിക്കുന്ന വലിയ ഒരു പരിശീലനമാണ് റമദാൻ മാസം. അത് റമദാൻ മാസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ഈ മാസങ്ങളിലും നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ അനുകരണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയും അങ്ങനെ നമ്മിൽ ആത്മീയ ചൈതന്യം നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്തു. അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകനും അറിയിക്കുന്നത് എന്തെന്നാൽ, വിശ്വാസികൾ ആത്മീയമായും മാനസികമായും തയ്യാറായിരിക്കുക. റമദാൻ മാസത്തിൽ പ്രത്യേകമായിട്ട് തയ്യാറായിരിക്കണം. അത് റമദാൻ മാസത്തിലെ കൽപ്പന. അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകനും സത്യത്തിൽ അറിയിക്കുന്നത് എന്താണ്? വിശ്വാസികൾ ആത്മീയമായും മാനസികമായും തയ്യാറായിരിക്കുക. റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിന് തയ്യാറായിരിക്കുക. അതൊക്കെ അത് കഴിഞ്ഞു, അത് നമ്മൾ ചെയ്തു. ഇനി ഈ മാസത്തിൽ അധസ്ഥിതാവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ മോശമായ ഒരവസ്ഥയും സൃഷ്ടിക്കരുത്, ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ അത് ചെയ്യാവുന്നതാണ്? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു മാസത്തിൽ, റമദാൻ മാസത്തിൽ മാത്രമല്ല മറ്റൊരു മാസത്തിലും ഒരു ദിവസത്തിലും നമ്മിൽ നിന്ന് ഒരു അധസ്ഥിതാവസ്ഥ ഉണ്ടാകരുത്. ശക്തമായ ഭക്തി പ്രഭാവം തന്നെ ഉണ്ടാകണം. നമ്മളിൽ നിന്ന് അതിശക്തമായ ഭക്തിയുടെ ഒരു പ്രവാഹം തന്നെ ഒഴുകണം. അത് ആ ഭക്തി പ്രഭാവം ലോകത്ത് തരംഗങ്ങൾ സൃഷ്ടിച്ച് ആത്മീയ ചൈതന്യം ഉണ്ടാക്കി മാനവനെ രക്ഷിക്കുവാനും സേവിക്കുവാനുമുള്ള ശക്തമായ ഉത്ബോധനമായി, സഹായമായി, ധർമ്മമായി നിലനിൽക്കണം. ആ ചൈതന്യം നമ്മളിൽ നിന്നും റമദാൻ 4 മാസം പിന്നിട്ടപ്പോൾ നഷ്ടമായോ എന്ന് ആത്മപരിശോധന നടത്തുക. അതുകൊണ്ട് ദിവസവും നമ്മൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ലോകത്തിനുള്ള ഏറ്റവും വലിയ മതി എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മനുഷ്യന് ആഹാരം മാത്രമേ ഉള്ളൂ. ആഹാരം നമ്മൾ ഒരാൾക്ക് നല്ല ബിരിയാണി കൊടുത്തു നോക്കുക, ഒരെണ്ണം കഴിച്ചു, വീണ്ടും നമ്മൾ കൊണ്ടിട്ട് കൊടുത്തു, അപ്പോൾ മതി 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 മതി. അങ്ങനെ അവൻ സംതൃപ്തനാവട്ടെ
തൻ്റെ സഹോദരൻ, തൻ്റെ സഹജീവി, തന്നോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ച് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസവും നന്മയും സന്തോഷവും പകരുന്നതിന് വേണ്ടി നമ്മളെ സജ്ജമാക്കിയ റമദാൻ 4 മാസങ്ങൾക്ക് ശേഷവും നമ്മിൽ സജീവമാണോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക, നന്മയിൽ മുന്നേറുക. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇത് അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.